ഹലോ ഗൈസ്, ഞാൻ അൽജോ ഏലിസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എങ്ങനെ ഒരു നല്ല CV ക്രിയേറ്റ് ചെയ്യണമെന്നും അതേപോലെ തന്നെ എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന വീഡിയോ. ഇപ്പം നിങ്ങൾ എല്ലാ ജോലിക്കും കാളം പൂളം കയറി അപ്ലൈ ചെയ്യാതെ എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണമെന്നും എങ്ങനെ ഒരു ജോലി നമുക്ക് സ്വന്തമാക്കാമെന്നും പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പം ആ വീഡിയോയിലും അതേപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളിലെല്ലാം കുറേ ആളുകൾ നമ്മളോട് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധേയമായൊരു ഡൗട്ടായിരുന്നു, നമുക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ജെന്യുവിൻ ആയിട്ടുള്ളൊരു ജോബ് ഓഫറാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാം. ഇതൊരു ഡൗട്ടായിട്ട് പലരും ചോദിച്ചു കണ്ടു. ജോബ് ഓഫർ ഒരു ഏജൻസി നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ഒരു എംപ്ലോയർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ജെന്യുവിൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് ഡീറ്റെയിൽഡായിട്ട് പറയുന്നൊരു വീഡിയോ ആണിത്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് ഒരു ജോബ് ഓഫർ കിട്ടുന്നത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായാലും നിങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് സജഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യുന്നതുമായിരിക്കും. സോ അപ്പം നമുക്ക് അധികം വലിച്ചിടാതെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഒരു ജോബ് ഓഫർ വാലിഡ് ആണെന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി സ്കിൽഡ് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജസ് എന്താ? അവരൊരു ജോലി പ്രോപ്പറായിട്ടുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്ത് തന്നെ അവരൊരു ജോലിക്ക് ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു PR ശ്രമിച്ച് PR ത്രൂ ആയിരിക്കും അവർ മറ്റൊരു രാജ്യത്തേക്ക് കൂടിയായിരുന്നു. ഇപ്പം കാനഡയിലേക്കൊക്കെ ആണെങ്കിലും എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിലൊക്കെ ജോലി നോക്കിയായിരിക്കും ഇവർ പോകുന്നത്. അതേപോലെ ഓസ്ട്രേലിയയിൽ PR സംവിധാനങ്ങളുണ്ട്. അതേപോലെ ജർമ്മനിയിലാണെങ്കിൽ പോലും ഇവർക്ക് കിട്ടുന്നത് വേറൊരു പ്രിവിലേജും വേറെ കുറേ ടൈപ്പ് ഓഫ് ഇവർ പോകുന്ന കംപ്ലീറ്റ്ലി ഇവരുടെ മൈഗ്രേഷൻ പ്രോസസ്സ് തന്നെ വേറെ ഒന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല അൺസ്കിൽഡ് കാറ്റഗറി ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം. ഇവരെങ്ങനെയായാലും വിദേശത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ത്രൂ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ജോലി കിട്ടുന്നത്. സോ അവർ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ യൂറോപ്പിൽ ഇങ്ങനെയൊരു കാര്യം പോസിബിൾ അല്ല എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങനെയാണ് ഇവർ പോകുന്നത്? ഇവർ ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കും. അതിപ്പോൾ നമ്മൾ എത്രയൊക്കെ വിജിലൻ്റ് ആവാൻ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ പിന്നെയും പോയി ഏജൻസിയുടെ വായിക്കാത്തതുകൊണ്ട് തലവെക്കും. സോ ഇതേ പ്രശ്നമാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ ഏജൻസികൾ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാ ഏജൻസിയും ആക്ഷേപിക്കുന്നില്ല, എന്നിരുന്നാൽ പോലും മജോറിറ്റി ഓഫ് ദം എന്താ ചെയ്യുന്നത്? ആദ്യമേ ഒരു ചെറിയ എമൗണ്ട് ഇവരുടെ നിന്ന് മേടിച്ചിട്ട് ഒരു ജോബ് ഓഫർ കൊടുത്തിട്ട് ഇവരോട് പറയും ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര രൂപ തരണം. അപ്പോൾ ഈ ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ഒരു പരക്കം പാച്ചിലാവും. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ ഈ ഒരു ജോബ് ഓഫർ കിട്ടുന്നതോടെ എല്ലാമായി എന്നുള്ള രീതിയിലാണ് ചിലരുടെ പരക്കം പാച്ചിൽ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ജോബ് ഓഫർ വാലിഡ് ആണോ അല്ലയോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. പക്ഷേ ഇത് പലരും ചെയ്യാറില്ല. ഇനി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, നമുക്ക് ജോലി തരുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് തരാൻ പറ്റുന്ന എംപ്ലോയേഴ്സിൻ്റെ കൂടെ നമുക്ക് ഈ ജോലി തന്ന കമ്പനി ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പേര് ABC എന്നാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ABC എന്നുള്ളത് നമ്മുടെ ഓഫർ ലെറ്ററിൽ ഉണ്ടോ എന്ന് നോക്കണം. ചില കമ്പനികളൊക്കെ ഒന്നിൽ കൂടുതൽ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ചില പേരിനകത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ച്, ലോഗോയിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചേഞ്ചസ് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ജോബ് ഓഫർ തന്ന് ഫേക്ക് ചെയ്യാറുണ്ട്. അത് കമ്പനികളല്ല ചെയ്യുന്നത്, ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഏജൻസികൾ ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയുള്ള ജോബ് ഓഫർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ജോബ് ഓഫർ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അല്ലെങ്കിൽ അക്ഷരത്തെറ്റോടെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസ് അല്ലാതെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ജോബ് ഓഫർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ രണ്ടാമതൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ജോബ് ഓഫറിൽ സൈൻ ചെയ്തിരിക്കുന്ന ആളാരാണെന്ന് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കമ്പനി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരാളായിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ആളെ നമ്മൾ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൊക്കെ നമ്മൾ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരാൾ ആ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്ത് ലിങ്ക്ഡിനിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം അങ്ങനെ ഒരാൾ ആ കമ്പനിയിലുണ്ട്. ആളുടെ ഒരു
സൈനിലായിരിക്കും, അല്ലെങ്കിൽ ആൾ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഓഫറായിരിക്കും നമുക്ക് ചിലപ്പം കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ജോബ് ഓഫർ വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ കമ്പനികളെ തന്നെ സമീപിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ, ഇപ്പം നമുക്ക് ABC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണല്ലോ ഏജൻസി പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഈ ജോബ് ഓഫർ അതേപടി നമ്മുടെ കമ്പനിയുടെ, ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ കരിയർ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് ഡൗട്ടായിട്ട് ചോദിക്കാൻ പറ്റും. അതായത് ഇങ്ങനൊരു ജോബ് ഓഫർ ഞങ്ങൾക്ക് കിട്ടി, ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനാണെന്നുള്ള രീതിയിൽ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ളൊരു വേണ്ടി കറക്റ്റായിട്ടുള്ള റെസൊല്യൂഷൻ നമുക്ക് തരുന്നതായിരിക്കും. ഫേക്ക് ആയിട്ടുള്ളതാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു എംപ്ലോയർ ആണെങ്കിൽ ഒരിക്കലും നമ്മളോട് ക്യാഷ് ചോദിച്ച് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്താറില്ല. ഇനി ഒരു കമ്പനികളും ഏജൻസികളെ വെച്ചിട്ടും മോസ്റ്റ് ഓഫ് ദ കേസസിലും ആളെ ഹയർ ചെയ്യാറില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഒരാളെ വേണമെങ്കിൽ അവർ തന്നെ ഡയറക്റ്റ്ലി ഹയർ ചെയ്താണ് ആളെ എടുക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഏജൻസി ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ കമ്പനി ആയിരിക്കും. അല്ലാതെ ഒരിക്കലും കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടായിരിക്കത്തില്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറും ഒരാളെ ഹയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം, നാട്ടിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതൊരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തന്നെ കരിയർ സെക്ഷനിൽ അല്ലെങ്കിൽ കരിയർ പോർട്ടലിലൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാണും, ഞങ്ങളൊരു ഏജൻസിയെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. ഒന്ന്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഏജൻസിക്കും അതിനുള്ള ഒരു റൈറ്റ്സും ഇല്ല. അതേപോലെ തന്നെ ഇതിന് ഒരു ഏജൻസികളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് തന്നെയോ ഒരു തരത്തിലുള്ള പേയ്മെൻറ്റും അതിന് ഈടാക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് ഈ കമ്പനികൾ പറയുന്നുണ്ടാവും. സോ ഇത് നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളോടിപ്പോൾ ഒരു ഏജൻസി വന്നിട്ട് പറയുക, നിങ്ങളെ ഹയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വേണം, 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങളെ ഹയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വരുമ്പോഴേ തന്നെ നമ്മൾ അവരോട് ചോദിക്കുക, ഇത് എന്തിനാണ് 5 ലക്ഷം രൂപ? ഞങ്ങളെ ഹയർ ചെയ്യാനായിട്ട് ആ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കണം. ഇനി അവർ നമ്മളോട് തുടക്കത്തിൽ ചിലപ്പോൾ 2000 അല്ലെങ്കിൽ 3000 എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ പേയ്മെൻ്റ് ആയിരിക്കും മേടിക്കുന്നത്. ഇങ്ങനെ ഒരു 10, 20, 30, 500 എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ അതിൻ്റെ തുകയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വളരെ വലിയൊരു സംഖ്യയായിട്ട് മാറും. സോ ഇത് തന്നെയാണ് കുറച്ച് ഈ 2000, 3000 രൂപ മേടിച്ചിട്ട് ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജോബ് ഓഫർ തന്നു, ഇത് ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി നിർത്തിപ്പോയി കഴിഞ്ഞാൽ പോലും അവർക്ക് കിട്ടുന്ന നല്ലൊരു തുകയല്ലേ. സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ഏജൻസിയെ സമീപിക്കുമ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിയെ സമീപിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും അവർ തരുന്ന ജോബ് ഓഫർ നമ്മൾ വാലിഡ് ആണോ അല്ലയോ എന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ. സോ അപ്പം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ടുള്ളൊരു സ്പോൺസർഷിപ്പ് തരാൻ പറ്റുന്ന കമ്പനിയാണോ നമുക്ക് ജോബ് ഓഫർ തരുന്നതെന്ന് നോക്കണം. അതേപോലെ തന്നെ ആ ഓഫറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്പനിയുടെ നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ അതിൽ സൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, ഈ വക കാര്യങ്ങളെല്ലാം ജെനുവിനാണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ കമ്പനിയിൽ തന്നെ, അതായത് നമുക്ക് ജോലി തരുന്ന കമ്പനിയിൽ തന്നെ ഒരു മെയിൽ അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോളിലൂടെ നമുക്കത് ജെനുവിനാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളോട് ഏജൻസി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഇതിനേക്കാളെല്ലാം പുറമെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജോബ് ഓഫർ തരുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് അവർ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ മെയിലിലേക്ക് കമ്പനിയുടെ ഡൊമൈൻ നെയിമിലുള്ള ഇമെയിൽ ID നിന്നായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടുവാണെങ്കിൽ ആ കമ്പനിയുടെ പ്രോപ്പറായിട്ടുള്ള ഒഫീഷ്യൽ മെയിൽ ID നിന്നായിരിക്കും നമുക്ക് ജോബ് ഓഫർ വരുന്നത്. അല്ലാതെ ഏതെങ്കിലും @gmail.com അല്ലെങ്കിൽ @outlook.com എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കമ്പനിയോട് സാമ്യമുള്ള കറക്റ്റായിട്ട് നെയിമൊന്നും കൊടുക്കാത്ത ഡൊമൈൻ നെയിമിൽ നിന്നൊന്നുമുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കത്തില്ല നമുക്ക് ജോബ് ഓഫർ കിട്ടുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്താൽ തന്നെ നമുക്കൊരു ഓഫർ കിട്ടുന്നത് വാലിഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയും, പോളണ്ടിലൊക്കെ ജോബ് ഓഫർ കിട്ടുമ്പോൾ ഇംഗ്ലീഷിലല്ല ജോബ് ഓഫർ വന്നിരിക്കുന്നത്. ഈ കേസിന് നമുക്കിത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഡയറക്റ്റ്ലി ആ കമ്പനിയെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് ജോബ് ഓഫർ തരുന്നതെന്ന് വ്യക്തമായ അഡ്രസ്സ് കാണുമല്ലോ. ഈ ജോബ് ഓഫർ ഫുള്ള് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സും ഇമെയിൽ ID എല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഈ കമ്പനിയുടെ ഒഫീഷ്യൽ പോർട്ടലിൽ പോവുക. അതിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ഈ ജോബ് ഓഫറുകൾ വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻസ് കാണും. അതല്ലെങ്കിൽ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ID കാണും കരിയർ സെക്ഷൻ്റെ. സോ ആ സെക്ഷനിൽ പോവുക. ആ മെയിലിലേക്ക് നമ്മുടെ ജോബ് ഓഫർ കാണിച്ചിട്ട് ഇന്ന പോലെ ഞങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടി, ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ നിങ്ങൾക്ക് കിട്ടിയൊരു ജോബ് ഓഫർ വാലിഡ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുന്നത് പോലെ
മറ്റൊരാൾക്ക് ഒരു ജോബ് ഓഫർ കൊടുത്തുകൊണ്ടൊന്നും അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കമ്പനിയിലൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറുണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നൈസേഷൻ ആ കമ്പനിക്ക് വേണം. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതിനുവേണ്ടി അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഒരു ഓഫർ വരികയും അത് ആ രാജ്യത്തുള്ള ഒരാൾ ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആപ്റ്റല്ല, അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യാനായിട്ടുള്ള ആണെന്നുള്ളത് വ്യക്തമായി ഗവൺമെൻറ് കാണിച്ച് അതിന് അപ്രൂവലൊക്കെ എടുത്തിട്ടാണ് ഒരാളെ ഹയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്പനിയാണ് ഹയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന ഈവൻ ട്രാവൽ എക്സ്പെൻസസ്, വിസയുടെ പ്രോസസ്സിന് വരുന്ന ചിലവുകൾ ഇതെല്ലാം എടുക്കും കമ്പനികൾ. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളാണ്, അവരിതെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ഹയർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ വക കാര്യങ്ങൾ നമ്മളൊന്ന് വിജിലൻ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ പറ്റും. ഒത്തിരി പേരെ നമുക്കറിയാം ലക്ഷങ്ങൾ കൊണ്ട് ഏജൻസികൾക്ക് കൊടുത്തിട്ട് പറ്റിക്കപ്പെടുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് വിജിലൻ്റ് ആവാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗൾഫ് മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് ഒത്തിരി ഏജൻസികൾ ഇപ്പം ഒത്തിരി കൂൺ മുളച്ച് പൊങ്ങുന്നത് പോലെ പൊങ്ങുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഏജൻസികളിൽ പലയിടത്തും തട്ടിപ്പുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഏജൻസിയെ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പല ഏജൻസികളും ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുക. അതേപോലെ തന്നെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഇൻ്റർവ്യൂ കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ ഏജൻസികളെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ആരുടെയും ഒരാളുടെ അടുത്തും ഗ്യാരണ്ടി പറയുന്നില്ല. അതിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന റിസ്ക് വളരെ വലുതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മുടെ CV റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് അയച്ചിട്ടുണ്ട്. ഞാനത് സമയം പോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ അതിൻ്റെ എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സജഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ച് മെയിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന രീതിയിലോ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങളത് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.